ക്രിസ്തുവിൽ പ്രിയരെ, തിരുവചന സന്ദേശത്തിനായി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ പരിചിന്തന വിഷയം. പ്രസ്തുത വചനഭാഗത്ത് ഒരുവന് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ലെന്നും ദൈവപരിപാലനയിൽ ആശ്രയിക്കേണ്ടതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുന്നിൽ മാത്രം ദൃഷ്ടി ഉറപ്പിക്കുകയും സ്വർഗത്തിൽ തങ്ങൾക്കായി നിക്ഷേപം സൂക്ഷിക്കുകയും ചെയ്യേണ്ടവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ. സമ്പത്തിൻ്റെയും ലൗകിക നിധികളുടെയും അടിമകളായവർക്ക് ദൈവത്തെ സ്നേഹിക്കുവാനോ സേവിക്കുവാനോ കഴിയില്ല. ദൃഢമായ ഒരു നിലപാടെടുത്ത ദൈവത്തെ മാത്രം യജമാനനായി സ്വീകരിച്ച് അവിടുത്തെ ആജ്ഞകൾ മാത്രം നിറവേറ്റി ജീവിക്കാനാകണം. അരമായ ഭാഷയിൽ സ്വത്തിനെയും സമ്പത്തിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് മാമോൻ എന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം വിശ്വാസം, ആശ്രയം എന്നൊക്കെയാണ്. ഒരാൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ വിശ്വാസം അർപ്പിക്കുന്ന വസ്തു എന്നർത്ഥത്തിലാണ് സമ്പത്തിനെ മാമോൻ എന്ന് വിളിക്കുന്നത്. ഗ്രീക്ക് മൂലപദത്തിലും മിക്കവാറും എല്ലാ തർജ്ജമകളിലും മാമോൻ എന്ന വാക്ക് അതേപടി നിലനിർത്തിയിരിക്കുന്നു. പണത്തിനും സമ്പത്തിനും പാദസേവ ചെയ്യുന്നവർക്ക്, അതായത് അവയ്ക്ക് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്നവർക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയുകയില്ല എന്ന സത്യം ഈ വാക്യം വെളിപ്പെടുത്തുന്നു. മറിച്ച് ഒരാളുടെ പ്രതിജ്ഞാബദ്ധത ദൈവത്തോടാണെങ്കിൽ അയാൾക്ക് സമ്പത്തിന് അടിമയാകാനും കഴിയില്ല. അയാളുടെ കൂറ് പൂർണ്ണമായും ദൈവത്തോടായിരിക്കും. ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ യേശു ധനികനായ യുവാവിനോട് പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചു പോയത് ഈ ദൈവത്തോടുള്ള അനുഭവത്തിൻ്റെ പ്രശ്നത്താലാണ്. അയാൾ ദുഃഖിതനായി തിരിച്ചുപോയി എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അയാൾ ഒരേ സമയം മാമോനെയും ദൈവത്തെയും സേവിക്കാൻ സാധ്യമാണ് എന്ന് കരുതിയായിരിക്കാം യേശുവിനെ സമീപിച്ചത്. സ്വന്തമായി അയാൾ കരുതി വച്ചിരുന്ന സമ്പത്ത് വിട്ടുകളയാൻ ആ ധനികന് സാധിച്ചില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എന്ന്. ഇന്നത്തെ തിരുവചനത്തിൽ മാമോനെ മൂർത്തീകരിച്ച ദൈവത്തിനെതിരായി നിൽക്കുന്ന യജമാനനായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സേവകർ യജമാനൻ്റെ ഇച്ഛയ്ക്കനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്. അപ്രകാരം മാമോൻ്റെ സേവകരാകുന്നവർ അവൻ്റെ ഇച്ഛയ്ക്കും ആജ്ഞയ്ക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നു. തൻ്റെ ഗുരുവിനെ ഒറ്റുകൊടുക്കാൻ യൂദാസിനെ പ്രേരിപ്പിച്ചത് ധനമാകുന്ന മാമോനോടുള്ള കൂറായാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. മാമോനോടുള്ള അമിതമായ താല്പര്യം അല്ലെങ്കിൽ കൂറ് വ്യക്തികളെ ദൈവത്തിൽ നിന്നും സ്വർഗരാജ്യത്തിൽ നിന്നും നിരന്തരം അകറ്റിക്കൊണ്ടിരിക്കും. മാമോനെ വിട്ടുപേക്ഷിക്കാൻ കഴിയാത്തവരുടെ ഗതി അതാണ്. അതിനെ സേവിക്കുന്നവർ എല്ലാം തനിക്ക് എന്ന് പറഞ്ഞ് സ്വരുക്കൂട്ടുന്നു. അത്തരത്തിൽ അവർ ഭൂമിയിൽ നിക്ഷേപം ഉണ്ടാക്കുന്നവരാണ്. എന്നാൽ ദൈവത്തെ സേവിക്കുന്നവർ തങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. ആ സ്വർഗരാജ്യത്തിൻ്റെ പ്രതിഫലത്തിന് അർഹരാകുന്നു. ഒരാൾ ഒരേ സമയം സ്വാർത്ഥനും പരമാർത്ഥനുമാകാൻ കഴിയില്ലല്ലോ. ഒരുവന് 2 യജമാനന്മാരെ, അതായത് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയില്ല എന്ന വചനത്തെ തുടർന്ന് ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാനായുള്ള ആഹ്വാനമാണ് തിരുവചനത്തിലൂടെ ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തു ശിഷ്യർ ദൈവത്തിൻ്റെ മക്കളാണ്. അവർ കപടനാട്യക്കാരെ പോലെയോ ചുങ്കക്കാരെ പോലെയോ വിജാതീയരെ പോലെയോ പെരുമാറരുത്. ഓരോ നിമിഷവും തങ്ങളുടെ പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരേണ്ടവരാണവർ. അതേസമയം അവർ മനുഷ്യരാണ്, ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ലൗകികവും മാനുഷികവുമായ താല്പര്യങ്ങൾ അവരെ സ്വാധീനിക്കുകയും പിതാവുമായുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടാൻ അവരെ പ്രലോഭിപ്പിക്കുകയും ചെയ്തേക്കാം. ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ അത്തരം ഒരു സമ്മർദ്ദമായി യേശു അവതരിപ്പിക്കുന്നു. നാളെയെക്കുറിച്ചുള്ള ആകുലത ഭൂമിയിൽ നിക്ഷേപമുണ്ടാക്കി സംരക്ഷിക്കാനും 2 യജമാനന്മാരെ, അതായത് ദൈവത്തെയും മാമോനെയും സേവിക്കുവാനും അവരെ നിർബന്ധിച്ചെന്നിരിക്കാം. അത്തരം സുരക്ഷിതത്വ ത്വര അല്ലെങ്കിൽ ആഗ്രഹം അവരുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റി അവരെ മാമോൻ്റെ അടിമകളാക്കി തീർക്കാം.
അങ്ങനെയാകുമ്പോൾ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കും എന്ന ആകുലതകൾ അവരെ മാമോൻ്റെ അടിമത്വത്തിലേക്ക് നയിക്കാം. എന്നാൽ തങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിലുള്ള പരിപൂർണ ആശ്രയത്വം അവരെ നന്മയിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കും. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് മനുഷ്യനെ എന്നും സംരക്ഷിക്കുന്നതും നയിക്കുന്നതുമെന്ന് ക്രിസ്തു ശിഷ്യർ എന്നും മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.